വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ക്യാമ്പിംഗ് വ്ളോഗാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പം അതിൻ്റെ കുറച്ച് മൊമെൻറ്റ്സും വീഡിയോസും എല്ലാം ഞാൻ ഒരു വ്ളോഗ് ആക്കാൻ വിചാരിച്ചു. അതൊക്കെ ഒരു മെമ്മറീസിന് എപ്പോഴും നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ പോയി പെട്ടെന്ന് റെഡി ആയിട്ട് വരട്ടെ. വീഡിയോ ആണോ? ഇങ്ങനെ പറയട്ടെ, ഞാനിതെല്ലാം വോയിസ് ഓവർ ഇല്ലാതെ. ഓക്കെ ഗൈസ്, അപ്പം അതെ, റെഡിയല്ലേ പോവാൻ? സോറി ഗൈസ്, ഇതൊക്കെ നമ്മുടെ എന്റർടൈൻമെന്റിന്റെ ഭാഗമാണ്. അതെ തന്നെ, നമ്മൾ വല്ലപ്പോഴും അല്ല എല്ലാ ആഴ്ചയും നമ്മൾ പോകുന്നതായിരിക്കും. എങ്ങനെ എവിടെ കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു? എനിക്ക് നടുവേദന കൊണ്ട് പറ്റിയില്ല, പക്ഷെ ഈ ആഴ്ച പറ്റിയല്ലോ. അടുത്ത ആഴ്ച മുതൽ എല്ലാ ആഴ്ചയും പറ്റുമല്ലോ. ഈ ആഴ്ച നമ്മളിവിടെ രേഷ്മ കട്ടക്ക് നിൽക്കുകയാണ്. നമുക്ക് പോയി ആ ചെറിയ അയച്ചാലോ? ചെറിയല്ലത് കേറിക്കോ, ഓണർ പിടിച്ചടിക്കോ? അത് പറയാൻ പറ്റില്ല. നമുക്കിത് പറിച്ച് കഴിക്കാം. നമ്മൾ ഇങ്ങനെ പറിക്കാം. നോക്കൂ, ഇതെന്താ സംഭവം അറിയാവോ? ഇത് പുളിയുള്ള ചെറിയ മധുരമുള്ള ബാക്കില. ഗൈസ് കണ്ടോ ഞങ്ങളുടെ ചെറി? പക്ഷെ ഇത് പുളിയുള്ളതാണെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കറിയാതെ ഇത് പുളിയുള്ളതാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. അതേ സമയത്താ ചാന്ദ്രി കണ്ടോണം കഴിക്കുന്നത്. ഒരു 10-12 എണ്ണം ഒറ്റയടിക്ക് കഴിക്കാൻ കഴിവുള്ളതാണ് ചാന്ദിനി. ഇല്ല ഇല്ല അതെ അതെ ഇപ്പൊ അത് തന്നെ ചെയ്യണേ. ഹായ് വണ്ടർല. ഗൈസ്, നമുക്കിവിടെ റേഞ്ച് ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം. ഒരു കാര്യം ചെയ്യാം, ഇവിടെ കൊണ്ട് നമ്മളെ നിർത്തിയിട്ട് ഞങ്ങളൊരു 5 വണ്ടിയോളം ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു വഴിയില്ല. ഫൈനലി നമ്മുടെ ഒരാളെ നമ്മൾ ഇത് ഭയങ്കര അത്ഭുതമായിരിക്കും. നമ്മൾ വരുന്ന വഴിക്ക് സാറ്റലൈറ്റ്. ഈ ഐഫോണിന്റെ ഓരോരോ കാര്യങ്ങളെ, ചെറിയ കാര്യങ്ങളൊന്നും അല്ല. റേഞ്ച് ഇല്ലെങ്കിൽ നമ്മൾ പെട്ടു. ഒരു കാര്യം പറയട്ടെ. എന്താ ചന്ദ്രൻ എടുക്കുന്നേ? എന്താ ചന്ദ്രൻ? സാറ്റലൈറ്റ്. ഞാനൊരു സാറ്റലൈറ്റിനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. കിട്ടുവാണെങ്കിൽ വശീകരണ ശക്തിയിൽ വീഴുവാണെങ്കിൽ ഓക്കെ. എന്താ സംഭവം? ആർക്ക് മെസ്സേജ് അയക്കാനാ? റേഞ്ച് ഇല്ലാത്ത ഒരു അവസ്ഥകളെ. അപ്പം ഞങ്ങളിവിടെ ക്യാമ്പ് സൈറ്റ് നോക്കി ഞങ്ങൾ മടുത്തു. കാരണം എല്ലാം ഫുള്ളി ബുക്ക്ഡാണ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു, ബാക്കി ഫ്രണ്ട്സിനെ ഒരു പിടുത്തവും ഇല്ല. കാരണം നമുക്കിവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു വഴിയില്ല. ആകെ ഒരു വഴിയെന്ന് വെച്ചാൽ നമ്മുടെ SOS വഴി ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അത് മാത്രമേ ഉള്ളൂ ആകെയുള്ള ഒരു വഴി. അപ്പം അത് ഞങ്ങൾ ട്രൈ ചെയ്തു. അപ്പം ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഒരു ക്യാമ്പ് സൈറ്റ് കിട്ടിയില്ല, എല്ലാം ഫുള്ളി ബുക്ക്ഡാണ്. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ കുഴപ്പം. പക്ഷേ ഇത് അടിപൊളി സ്പോട്ടായിരുന്നു. ഇതിൻ്റെ പേര് ഹിഡൻ ലേക്ക് ക്യാമ്പ് സൈറ്റ് എന്നാണ് അതിൻ്റെ പേര്. എന്ത് എല്ലാവരും കണ്ടെത്തിയേ? നല്ലൊരു എക്സ്പീരിയൻസ്, ഐ ലൈക്ക് ഇറ്റ്. ഈ വീഡിയോ ഞാൻ കൂടുതലും റോ ആയിട്ടിടാനാണ് വിചാരിക്കുന്നത്. ജസ്റ്റ് ഞങ്ങളുടെ ഒരു മൊമെൻറ്റ്സും ഞങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയാക്കലും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ പോലെ. ആക്ച്വലി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റായി. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമ്പ് സൈറ്റ് എല്ലാം ഏകദേശം ബുക്ക്ഡായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോൾ നല്ല ലേറ്റായിരുന്നു. ഏകദേശം ഒരു 2:30-3 ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളും ബുക്ക്ഡായിരുന്നു. ഞങ്ങൾക്ക് ഒരു സ്ലോട്ട് പോലും കിട്ടിയില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂറുണ്ട് അങ്ങോട്ടേക്ക് ട്രാവൽ. ഇത് ഹിഡൻ ലേക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗൈസ്,
അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ നമുക്ക് ഒന്നും കിട്ടിയില്ല, ഒരു ക്യാമ്പ് സൈറ്റ് പോലും നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഞങ്ങളുടെ സ്ഥലത്തിന്റെ അടുത്തുള്ള ഒരു ക്യാമ്പ് സൈറ്റ് പോവാം. അവിടെ കിട്ടുമെന്ന് വിചാരിക്കുന്നല്ലേ. ഒന്നെടുത്ത് നമുക്കൊന്ന് ചന്ദ്രനിൽ പോയിറങ്ങാം. ചന്ദ്രനിൽ പോയിറങ്ങി എഴുതുമൊട്ട് പാറിപ്പറന്നു നിൽക്കാം. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഒരു ക്യാമ്പ് ഗ്രൗണ്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ല. ഷൂഷോപ്പ് റിവർ അല്ലേ, അതാണ് അങ്ങനെ എന്തോ ആണ് പേര്. യു ഗെറ്റ് എ ഫിഷ്? Oh, are you excited for fishing? Yeah. Oh, Moshu, are you excited? Huh? ഞാൻ ഒരു ഐഡിയ പറയട്ടെ. കുറച്ച് ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് കുറച്ച് സാധനം അവ ഇപ്പോഴും വരുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് കുറച്ച് അടി എടുക്കാം. ഓൾറെഡി എന്റെ അകത്തുള്ള പ്രൊപ്പൈൽ എടുത്ത് വെളി വെച്ചിരുന്ന അത് നീ മാറ്റി വെച്ചല്ലേ? ഇല്ല. ഇതൊന്നും എടുക്കും. വാവ്, ചോക്ലേറ്റ്. ഇപ്പൊ കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ചു. ഇതാണ് ഷൂഷോപ്പ് റിവർ. ഷൂഷോപ്പ് റിവറിൻ്റെ ഒരു ഭാഗമാണ്. ഷൂഷോപ്പ് റിവർ എന്ന് പറയുമ്പോൾ ഇവിടെ വണ്ടത്തെ ബിഗസ്റ്റ് റിവറാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നല്ലൊരു സ്പോട്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ക്യാമ്പിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ കുറച്ചൊരു വാക്കബിൾ ഡിസ്റ്റൻസ് ആയിട്ട് അവിടെ നിന്ന് ഇവിടെ വരെ അപ്പോൾ നമ്മൾ സെറ്റൊക്കെ ചെയ്ത് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ ഉള്ള ഒരു പരിപാടിയാണ്. ഇടിക്കാൻ പോണോലെയാണ് വെള്ളത്തിൽ. സ്പീഡ് ബോട്ടോ? ഇതിനകത്തോടോ? ഓ, നീ മേടിച്ചോ? ഇല്ലല്ല, ഇത് രേഷ്മയുടെ. ഇത് വളരെ എളുപ്പമുണ്ട്. എന്നിട്ട് ഇത് വരുവാണെങ്കിൽ കൊള്ളാം. പക്ഷെ ഭയങ്കര പ്രകൃതി രമണീയമായ പറ രേഷ്മ, കണ്ടിട്ട് എന്ത് പറയുന്നു? നല്ല അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ക്യാമ്പിങ്ങിന് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളി സ്ഥലം. എന്റെ അമ്മോ, ഇനി ഫുഡും കൂടെ പറഞ്ഞു അല്ലേ? ഫുഡ് കുറച്ച് കഴിച്ചു, സ്നാക്സ് എല്ലാം ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി കാര്യമായിട്ടുള്ളത് പുറകെ വരുന്നതായിരിക്കും. വെയിറ്റിംഗ്. പക്ഷെ നമുക്ക് വലിയൊരു അബദ്ധം പറ്റി. എന്താ നമ്മുടെ അബദ്ധം പറ്റിയത്? പ്രൊപ്പൈൻ ടാങ്ക് അല്ലേ? പ്രൊപ്പൈൻ ടാങ്ക് നമ്മുടെ വേറൊരു വണ്ടിക്കകത്തായി പോയി. അപ്പം നിലവിൽ ഞങ്ങൾക്ക് പ്രൊപ്പൈൻ ടാങ്ക് ഇല്ല. അപ്പോൾ പ്രൊപ്പൈൻ ടാങ്ക് ഹണ്ട് ചെയ്ത് ആണുങ്ങളെല്ലാം കൂടെ പോയിട്ടുണ്ട്. എവിടെ കിട്ടുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, നമുക്ക് നോക്കാം. എന്നപ്പോൾ അത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ റിവറിൻ്റെ അവിടെ, ഈ തീരത്ത്. പ്രൊപ്പൈൻ ടാങ്ക് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ബാർബിക്യൂ സെറ്റാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞങ്ങൾ വന്ന ഉടനെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോൾ തന്നെ പ്രൊപ്പൈൻ ടാങ്ക് എത്തി. ഇഷ്ടമായത്. ഇത് നമുക്ക് ഡ്രസ്സ് മാറാനൊക്കെ ഉള്ളൊരു മാറാം. ആമസോണിൽ നിന്ന് മേടിച്ചതാ. ചാന്ദ്രിയുടെ ഒരു ഐഡിയ. ഓ
ആഷ്ലിയുടെ ആ നിപ്പ് കണ്ടില്ലേ, മീൻ പിടിക്കാനുള്ള തൊര. നന്നായി കേട്ടാ, നമ്മള് മീനൊന്നും കൊണ്ടുവരാൻ തന്നെ ഇവിടെ അതെടുത്തിട്ട് പറഞ്ഞാൽ ഇവള് പിടിച്ചാണെന്ന് തോന്നുന്നത്. എല്ലാം നിനക്കൊന്നും കിട്ടാൻ പോകില്ല, ഉറപ്പ്. ലൈവ് വീഡിയോ ഉണ്ട് ഞാൻ മീൻ പിടിക്കുന്നത്. എവിടെ, ഏത്? എന്റെ ഷോർട്സിൽ കിടക്കുന്ന വീഡിയോ ആണോ? ആരാ മീൻ പിടിക്കുന്നത്? ഞാനാണ്. ആ, കോരിയെടുത്തു. ഗൈസ്, നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ എന്റെ യൂട്യൂബ് ഷോർട്സില്, അയ്യോ, എന്റെ യൂട്യൂബ് ഷോർട്സില് ആഷ്ലിയുടെ ഒരു വൻ മീൻപിടുത്തം വീഡിയോ ഉള്ളപ്പോണ്ട്, എല്ലാരും കാണണം കേട്ടോ. ആഷ്ലി ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോക്കകത്ത്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓരോ വാക്കുകൾ കണ്ടുപിടിക്കും. ആഷ്ലിയുടെ ചാനലിലുണ്ട് എല്ലാം. അത് തന്നെ. ആഷ്ലി ഇറങ്ങിയ പിന്നെ ഡെഡ് എല്ലാം മീൻ. അധികം വേണ്ടാന്നില്ലേ? നെഗറ്റീവ് ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തില്. നിങ്ങളെ പുറത്താക്കുവാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു വൈബ് ഇവിടെ സൃഷ്ടിക്കാൻ സാധിക്കും. ഇത്രയും നാള് മീനുകളുടെ പേര് സ്വപ്നം റിജോ ആയിരുന്നു. ഇപ്പം ആഷ്ലി ഫീൽഡിൽ ഇറങ്ങിയ പിന്നെ ഇപ്പൊ നോക്കിയോ, മീന് വന്ന് ഇവിടെ ഫ്രണ്ടിൽ 2 ചാട്ടൊക്കെ ചാടിയിട്ട് ചുമ്മാ കാണാൻ സാധിക്കും. ഞങ്ങൾ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ആകെ ഫിഷിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് ആഷ്ലി. ആഷ്ലിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയാണ് ഈ ഫിഷിംഗ്. പക്ഷേ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെ ഈ ക്യാമ്പിങ് വരുന്ന പ്രമാണിച്ച് തലേ ദിവസം ആൾ ഫിഷിംഗ് ലൈസൻസ് ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അവളെന്തായാലും ലൈസൻസ് എടുത്തത് വെറുതെ ഇല്ല. ഫസ്റ്റ് ഇടലിൽ തന്നെ അവൾക്ക് ഇത്രയും വലിയൊരു ഫിഷ് കിട്ടി. എല്ലാവരും ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു അത് കണ്ടിട്ട്. ഒരു ഭംഗിക്ക് ഇത് ഇങ്ങനെ ചുമ്മാ എന്റെ ഫോണിൽ ഒരു വീഡിയോ എടുക്കണം. ഞാൻ ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് സ്റ്റോറി ഞാനും ആദ്യം ഞാൻ എടുക്കട്ടെ. നീ അങ്ങ് പോണ്, ഇങ്ങോട്ട് ഫ്രണ്ടിട്ട് പോ, ഫ്രണ്ടിലോട്ട് പോടി. ആ, ഇനി റിട്രീവ്. ഇതെന്താ? ആഷ്ലിക്ക് എന്തായാലും നല്ല ഭാഗ്യമായിരുന്നു. അവൾ ഏകദേശം ഒരു 4 ഫിഷിനെ എന്തോ പിടിച്ചു. 1 2 എന്തോ പൊട്ടിച്ചോടി. ബാക്കിയെല്ലാം അവൾക്ക് കിട്ടി. എന്തായാലും അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവിടെ 3 പേരാണ് മീൻ പിടിച്ചോണ്ടിരിക്കുന്നത്. ഒന്നിതാ എൻ്റെ കെട്ടിയോ, അപ്പുറത്തതാ ആഷ്ലി, അവിടെ മോസസും ടെറൻസും. ഓ, ഇവനെ നോക്ക്, ഇവൻ മാമീന്നും പറഞ്ഞ് നൈസായിട്ട് പോവേണ്. ഇവളുമാരെ കൊണ്ട് അപ്പോൾ ഗൈസ്, ഇന്ന് നല്ലൊരു അടിപൊളി ഡേ ആയിരുന്നു. ഏകദേശം സൺസെറ്റ് ആവാറായി. ഇവിടെ ഇപ്പോൾ ഒരു 9:30 9:30 ഒരു വെട്ടമാണ് നിങ്ങൾ കാണുന്നത്. നോക്ക്, 9:30 കഴിഞ്ഞിവിടെ. അടിപൊളിയായിരുന്നു. എല്ലാം നല്ല രസമായിരുന്നു. നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി ആദ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അത് ന്യൂട്രലൈസായി. അപ്പം ആദ്യം ഇറങ്ങുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അത് അടിപൊളിയായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി കഴിച്ചു, ഫുഡ് കഴിച്ചു. നമുക്ക് ചാന്ദിനി റൈസൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈസും ചിക്കനും കഴിച്ച് നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഫുള്ളായി. ഇതാ കണ്ടല്ലേ, അടിപൊളി അരുവി. റിവറാ, ഷൂഷ്വാപ്പ് റിവർ കണ്ട, അടിപൊളി, നല്ല അടിപൊളി വെള്ളമായിരുന്നു. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ ഒരു ക്യാമ്പിംഗ് ഡേ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.